ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് വീട്ടിലുള്ള സിമ്പിൾ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു അടിപൊളി പുഡിംഗ് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുക്കുന്നത് ബ്രെഡാണ്. പിന്നെ എന്താ ബ്രെഡ് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫ്രൈങ് പാൻ, ഒരു തവ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നെയ്യോ ഗീയോ അല്ലെങ്കിൽ ബട്ടറോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു അല്പം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നെയ്യൊന്ന് മെൽട്ടായി വരുമ്പോൾ ഈ ഒരു ഗീയിലിട്ടിട്ടാണ് നമ്മൾ ഈ ബ്രെഡിനെ ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു ഗീൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവും നമ്മുടെ ബ്രെഡിന്. അപ്പോൾ നമുക്കൊന്ന് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാനൊരു 4 എടുത്തിട്ടുണ്ട്. ആദ്യം ഒരു സൈഡ് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ എഡ്ജസ്, ബ്രെഡിൻ്റെ എഡ്ജസ് കട്ട് ചെയ്ത് കൊടുക്കാം. ബ്രെഡിൻ്റെ എഡ്ജസ് ഉണ്ടെങ്കിൽ ആ ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഒരു സൈഡ് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇനി മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഈ എഡ്ജസ് കണ്ട് പെട്ടെന്ന് ഡാർക്കായി പോകും. അപ്പോൾ നമുക്കത് കട്ട് ചെയ്തിട്ട് അങ്ങനെ എടുക്കുകയാണെങ്കിലും നല്ലതാണ്. അപ്പോൾ ഇത് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇപ്പോൾ അടുത്ത സെറ്റും കൂടെ ഒന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 8 ബ്രെഡാണ് എടുക്കുന്നത്. ഇപ്പോൾ 4 ചൂടാക്കി ഇനി വീണ്ടും നെയ്യിലിട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് അധികം ചേരുവകളുടെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെയാണ്. പിന്നെ വളരെ ഈസിയാണിത്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു പുഡിംഗ് ആണ്. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻസ് ഒക്കെ അറിയിക്കുക. കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ട് കമൻസ് അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും അതുപോലെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഞാനിത് നെക്സ്റ്റ് സെറ്റ് ബ്രെഡ് കൂടെ ഇതുപോലെ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഷുഗർ സിറപ്പാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളത്തിൽ, ഒരു 1/2 കപ്പ് വെള്ളത്തിൽ ഷുഗർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 4-5 സ്പൂണ് ടേബിൾ സ്പൂണ് ഷുഗറാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മധുരമനുസരിച്ചിട്ട് തയ്യാറാക്കിയാൽ മതി ഷുഗർ സിറപ്പ്. ഇത് 1/2 കപ്പ് വെള്ളത്തിലാണ് ഈ ഒരു ഷുഗർ ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. ഇപ്പോൾ അതിങ്ങനെ തിളച്ച് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഈ ഷുഗർ സിറപ്പ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിവിടെ ഒരു 500 ml പാലാണ് എടുത്തിട്ടുള്ളത്. ഈ പാലൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കസ്റ്റാർഡ് പൗഡറാണ്. കസ്റ്റാർഡ് പൗഡറൊക്കെ നമ്മുടെ വീട്ടിൽ ഒരു ക്യാനൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് ഞാനിവിടെ ഒരു പുഡിംഗ് ട്രേ പോലെ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട് ഈ സമയം കൊണ്ട്, പാല് തിളക്കുന്ന സമയം കൊണ്ട്. അപ്പോൾ ഇത് നമ്മൾ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ബ്രെഡ് ഇതിൽ ഞാനിങ്ങനെ ഓർഡർ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഒരു ബ്രെഡ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്നാലേ ആ ഒരു ട്രേയിൽ ഫിറ്റ് ആവുള്ളൂ. ഞാനിപ്പോൾ ഡിസ്പോസിബിൾ ആയിട്ടുള്ള ട്രേ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഗ്ലാസ് ട്രേ ഒക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇതാകുമ്പോൾ പെട്ടെന്ന് ഡിസ്കാർഡ് ചെയ്യാം, അത് വെച്ചിട്ടാണ് ഇത് എടുത്തത്. ഇനി ഇതിലേക്ക് ഞാൻ ആ ഷുഗർ സിറപ്പ് ഒഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഒന്നെങ്കിൽ ഷുഗർ സിറപ്പ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ആ ബ്രെഡ് ഷുഗർ സിറപ്പിൽ ഡയറക്റ്റ്ലി ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ബ്രെഡിൽ നല്ലൊരു ഷുഗറൊക്കെ കിട്ടും. ഇനി ഇതാ കസ്റ്റാർഡ് പൗഡറാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാനിപ്പോൾ കുറച്ച് ഷുഗർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പാലിലേക്ക്. നമ്മുടെ കസ്റ്റാർഡ് പൗഡറിൽ ഷുഗർ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പാലിലൊന്ന് കുറച്ച് പഞ്ചസാര ചേർത്തിട്ടൊന്ന് ഷുഗർ ചേർത്തിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് പൗഡർ ഡയറക്റ്റ്ലി ഇതിലേക്ക് പോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ ഷുഗർ നന്നായിട്ട് അതിലിട്ടിട്ട് ഷുഗർ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തു. അപ്പോൾ ഇതാ കസ്റ്റാർഡ് പൗഡർ ഞാൻ ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കേണ്ടത് പാലിലേക്ക്. ഡയറക്റ്റ്ലി പൗഡർ നമ്മൾ പാലിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടില്ല. കുറച്ച് വെള്ളത്തിൽ ഒരു 2 സ്പൂൺ എടുത്തിട്ടുണ്ട് കസ്റ്റാർഡ് പൗഡർ. അതിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ആ ഒരു കസ്റ്റാർഡ് പൗഡർ മിക്സിൻ്റെ ആ ഒരു വെള്ളമാണ് നമ്മൾ ഒഴിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതാ കട്ട പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുത്ത് അപ്പം തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അടി പിടിച്ചു പോകും, കട്ട കുത്തിപ്പോവും. പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കസ്റ്റാർഡ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇനി കസ്റ്റാർഡ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ കുറുകി വരുന്നത് കാണാം. നന്നായിട്ട് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ കട്ട പിടിച്ചു പോവും. ഇപ്പോൾ ഇതാ കസ്റ്റാർഡ് ഇപ്പോൾ കണ്ട കട്ടയൊന്നും കുറച്ചും കൂടി കട്ട കാണുന്നുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു കസ്റ്റാർഡ് ഒന്ന് വേവായി കിട്ടും ചെയ്യും. അതുപോലെ നമ്മുടെ ആ കസ്റ്റാർഡ് കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഡിസോൾവ് ആയി പോകും.
പിന്നെ ഇനി മധുരം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കാം, ഷുഗർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കസ്റ്റാർഡ് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ കസ്റ്റാർഡൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകും. ഒരു ക്യാൻ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് പ്രാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിലേക്ക് ജസ്റ്റ് 2 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട്. ഞാൻ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് ചൂടാറിയിട്ട് അത് സെറ്റാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. സെറ്റാവുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ഇളം ചൂടോട് കൂടി തന്നെ ഈ ഒരു ബ്രെഡിൻ്റെ മുകളിൽ നമ്മൾ ആദ്യം ഫസ്റ്റ് സെറ്റ് വെച്ചിരുന്നു, അതിൻ്റെ മുകളിൽ ആ കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ കസ്റ്റാർഡ് ആ ഒരു ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം, എന്നാലേ നമുക്ക് ഇങ്ങനെ ഈ ഒരു ലിക്വിഡ് രൂപത്തിൽ കിട്ടുള്ളൂ. അത് ഇരിക്കുന്തോറും അത് സോളിഡായിട്ട് പോവും, അത് ഉറച്ചു പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഇളം ചൂടോട് കൂടി തന്നെ നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കണം ആ ബ്രെഡിൻ്റെ മുകളിൽ. അപ്പോൾ ഞാനിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നെക്സ്റ്റ് സെറ്റ് അടുത്ത 4 ബ്രെഡ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊരു 2 ലെയർ ആയിട്ടാണ് ഞാൻ ഈ പുഡിങ് ചെയ്യുന്നത്. ഇനി ഇതാ വീണ്ടും ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്നെങ്കിൽ കുറച്ചും കൂടി നല്ലത് ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ഇതിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെക്കുന്നതാണ്. ഞാനിപ്പോൾ ഇതാ ഷുഗർ സിറപ്പ് അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതാ വീണ്ടും കസ്റ്റാർഡ് മിക്സ് ഇതിന് മുകളിൽ pour ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊരു 2 ലെയർ പുഡിങ് പോലെ ഇരിക്കും. കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും. ഗ്ലാസ് ട്രേയിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും ഇത് കാണാനായിട്ട്. അപ്പോൾ ഇതാ ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ഗാർണിഷ് വേണമെങ്കിലും ചെയ്യാം. നട്ട്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഐസ്ക്രീം വെച്ചിട്ടോ അല്ലെങ്കിൽ കണ്ടൻസ് മിൽക്കോ നമ്മുടെ മിൽക്ക് മെയ്ഡൊക്കെ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതുപോലെ ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇനി ഇതൊന്ന് റെഫ്രിജറേറ്റ് ചെയ്യണം നമ്മൾ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനൊന്ന് ഇതിൻ്റെ മുകളിൽ കുറച്ച് ബദാം ആൽമണ്ട്സ് ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഉണക്കമുന്തിരി, ഡ്രൈ റൈസിൻസ് അതൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിസ്ത ഉണ്ടെങ്കിൽ പിസ്ത ചേർത്ത് കൊടുക്കാം. നട്ട്സ് ഉണ്ടെങ്കിൽ നട്ട്സ് ചേർത്ത് കൊടുക്കാം. എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആൽമണ്ട് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതാ 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. മേലെ ഭാഗത്ത് വെക്കരുത്, ഫ്രീസറിൽ വെക്കാൻ പാടില്ല, താഴെ ഫ്രിഡ്ജിൽ റെഫ്രിജറേറ്റ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ 4 മണിക്കൂറിന് ശേഷം നമ്മുടെ കസ്റ്റാർഡ് പുഡിങ്, ലെയേർഡ് ആയിട്ടുള്ള കസ്റ്റാർഡ് പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു 2 ലെയറായിട്ട് കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഫ്രഷ് ക്രീമൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഫ്രഷ് ക്രീം നമ്മുടെ വിപ്പിംഗ് ക്രീം ഇല്ലേ, വിപ്പിംഗ് ക്രീമൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റും കൂടി, അപ്പോൾ അതും കൂടെ അങ്ങനെ ഒരു കേക്ക് പോലെയൊക്കെ കിട്ടും നമുക്കിത്. അപ്പോൾ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഒരു പീസ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഒന്നെങ്കിൽ കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ ഇടയ്ക്ക്, അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആവും. അപ്പോൾ ഇങ്ങനെ ഒരു പീസ് കിട്ടിയിട്ടുണ്ട്. നല്ല യമ്മിയാണ് കഴിക്കാനായിട്ട്, നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പുഡിംഗ് ട്രൈ ചെയ്യുക. പിന്നെ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.